അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഇബ്നു ഉകൈലെ, നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്കൽപ്പം സമ്പത്ത് വേണമായിരുന്നെങ്കിൽ നീ എന്റെ അടുക്കൽ ഒന്ന് ചോദിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇബ്നു ഉകൈൽ എന്ന സഹാബി പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന 4 ദിനാർ എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നെനിക്ക് കിട്ടിയ ശമ്പളമാരവിയേ, ഇന്നെനിക്ക് കിട്ടിയ ശമ്പളമാരവിയേ, എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല രബിയേ, എന്റെ കയ്യിൽ തരാ വേറെ ഒന്നുമില്ല രബിയേ, പാവപ്പെട്ടവർക്ക് തരാൻ ഇബ്നു ഉകൈലിന്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല യാ റസൂലല്ലാഹ്. എനിക്ക് സ്വർഗം തരണേ രബിയേ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് രബിയേ, എനിക്ക് സ്വർഗം തരണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് 2 കാലുമില്ലാത്ത ഒരു സഹാബി രക്തരൂപത്തിലൊലിച്ചുകൊണ്ട് പറഞ്ഞു പോയതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അന്ന് നിനക്ക് സമ്പത്ത് തന്നത് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, നിന്നെ പരീക്ഷിക്കാരാ, നിന്നെ പരീക്ഷിക്കാരാ. പാവപ്പെട്ടവരെ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിക്കുമ്പോ, വെള്ളിയാഴ്ച ഇവിടത്തെ പള്ളിയുടെ മുന്നിൽ പാവപ്പെട്ടവർ തോർത്തുപോയി ചെന്നിരിക്കുമ്പോ 10 രൂപയുടെ നോട്ടെടുത്തിട്ട് പുച്ഛത്തോടെ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹ് മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ, പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാതെ നടക്കല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, ശരീരം മുഴുവനും സ്വർണ്ണമിട്ടുകൊണ്ട് നീ ഇഷ്ടമുള്ള രീതിയിൽ ആസ്വദിച്ച് ജീവിക്കുമ്പോ നിന്റെ അയൽവാസിയായ പെങ്ങളുണ്ടല്ലോ, 1 ഗ്രാമിന്റെ സ്വർണം പോലും വിടാനില്ലാതെ 25-30 വയസ്സായിട്ട് വീടിനകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെങ്ങളുടെ പെറ്റുമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് കൈനീട്ടുമ്പോ ഒന്നുമെല്ലാം നാട്ടി ഓടിക്കുന്ന പെണ്ണ്, ഓളെ സ്വർഗത്തിൽ പോകണോ? പെങ്ങളെ സ്വർഗത്തിൽ പോകണോ? ആയിഷാ ബീവി പോയ സ്വർഗമല്ലേ? ആമിന ബീവി പോയ സ്വർഗമല്ലേ? ഖദീജത്തുൽ കുബ്ര പോയ സ്വർഗമല്ലേ? ആരാ ഖദീജയാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് മഹാനായ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഖദീജ എവിടെ നബിയേ? അങ്ങയുടെ ഭാര്യ ഖദീജ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഭാര്യയെ തിരക്കുന്നതെന്തേ ജിബ്രീൽ? എന്റെ ഭാര്യയെ തിരക്കുന്നതെന്തേ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂലിനോട്, മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകരോട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഭാര്യ വരുമ്പോ, അങ്ങയുടെ ഭാര്യ ഖദീജ വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെയും എന്റെയും സലാം ഖദീജയോട് പറയണേ യാ റസൂലല്ലാഹ്. ഖദീജാന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് നബിയേ, ഖദീജയ്ക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് നബിയേ. ഏത് ഖദീജ എന്നറിയുമോ? കോടാനുകോടി സ്വത്തുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് കഫൻ തുണി വാങ്ങാൻ പോലും സമ്പത്തില്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ ഖദീജ, മരണത്തിന്റെ വേളയില് മുമ്പ് പ്രസവിച്ച ഫാത്തിമ എന്ന പൊന്നുപോലെ കോടാനുകോടി സ്വത്തിന്റെ ഉടമയായ ഖദീജ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ പൊന്നുപോലെ ഫാത്തിമാൻ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, ഉമ്മയോട് നിനക്ക് വെറുപ്പ് തോന്നല്ലേ? ഉമ്മയോട് നിനക്ക് ദേഷ്യം തോന്നല്ലേ? ഓളെ ഫാത്തിമ, നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണം ഇട്ട് തരണമെന്ന് ഉമ്മാൻ ആഗ്രഹമുണ്ട് ഫാത്തിമ. നിന്റെ കയ്യിലൊന്ന് വളയിടാ, നിന്റെ കയ്യിലൊരു മോതിരം തരാ, നിന്റെ കഴുത്തിലൊരു സ്വർണ്ണത്തിന്റെ മാലകൾ ഇട്ട് തരാ, നിനക്കൊരു നല്ല കമ്മൽ വാങ്ങിത്തരാ. ഈ ഉമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഫാത്തിമ. പക്ഷേ എന്റെ കയ്യിൽ ഒന്നുമില്ല മോള്, എല്ലാ പാവപ്പെട്ടവർക്ക് കൊടുത്ത മോള്, എല്ലാ യതീമീങ്ങൾക്ക് കൊടുത്ത മോള്. ഉമ്മായിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് ഫാത്തിമ. അതുകൊണ്ട് തരാനൊന്നും
നഊദുബില്ല അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോ തന്റെ കഴുത്തിൽ കടന്ന ഒരു മുത്തുമാലയെടുത്തിട്ട് തന്റെ പൊന്നുമോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സ്വർഗം വേണോ കോടികൾ കൊടുത്താൽ കിട്ടില്ല പോലെ കോടികൾ നാളെ പടച്ചവന്റെ കോടതിയില് നിന്റെ സമ്പത്ത് മുഴുവനും വെച്ചിട്ടല്ലോ എനിക്ക് സ്വർഗം താഴ എന്ന് ചോദിച്ചാൽ നിനക്ക് കിട്ടാത്ത സ്വർഗം വേണോ മണിയുള്ളരത്തെ വാങ്ങുവാനാ വീട് കൊടിയുണ്ട് വല്ല എപ്പോഴും അതിനോട് അതിലേക്ക് നീയൊരു പാസുതാമന്നാനേ അത് നിന്റെ പക്കൽ മാത്രമാണ് മഹാനായ തലമുസ്താദ് പറഞ്ഞതുപോലെ കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം വേണോ കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം വേണോ ആ സ്വർഗം വിളിക്കുന്ന നാലാമത്തെ വിഭാഗമാരെന്നറിയുമോ എന്റെ കാരുണ്യത്തിന്റെ മക്കളെ നിങ്ങളാ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 10 പവന്റെ സ്വർണം കൊടുത്ത് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീയാണ് മോനെ നീയാണ് മോനെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു സഹാബ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്ത പാവപ്പെട്ടവനെ സഹായിച്ച യതീമികളെ സഹായിച്ച രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ള സമ്പത്ത് കൊടുത്ത മോനെ ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിന്റെ പരദീസയിലേക്ക് നാളെ പച്ചപ്പറവയെ പോലെ പറന്നു പോകാം നിനക്ക് ഭാഗ്യം കിട്ടുമോടെ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് നിന്നെ മാടി വിളിക്കും ചെറുപ്പക്കാരാ ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുണ്ടോ കാരുണ്യത്തിന്റെ മക്കളുടെ കൂടെ നീളം ചേർന്നോ പാവങ്ങളെ സഹായിക്കാൻ അണിചേർന്നോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ 8 വാതിലുകളും മാടി വിളിക്കുന്ന